അഴിമതിയോട് പൂർണ്ണമായി സമരസപ്പെട്ട് പോയ ഒരാളാണ് പിണറായി വിജയൻ. പിണറായി വിജയനെതിരായിട്ടാണ് ഒരു CPM നേതാവിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ അഴിമതി കേസ് ഉയർന്നു വന്നത്. 374.5 കോടി രൂപയുടെ അഴിമതി ആരോപണം, ലാവ്ലിൻ കേസ്. അത് ശരിക്കും പുറത്തു വന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറലാണ് അത് പുറത്തു കൊണ്ടുവന്നത്. ആ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. സാധാരണഗതിയിൽ ഇതുപോലൊരു അഴിമതി കേസിൽ CPM നേതാവിനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പം രാജിവെച്ചു പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇയാൾ അതിനെ മൈൻഡ് ചെയ്തില്ല. അതെ, ഇയാൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഇയാൾ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് അതിനുശേഷം നമ്മൾ ലാവ്ലിൻ കേസിന്റെ അടുത്ത ഘട്ടം നോക്കും. അത് CBI അന്വേഷിച്ചു. CBI അന്വേഷിച്ചു കഴിഞ്ഞിട്ട് CBI റിപ്പോർട്ടിൽ അയാളെ ഈ അഴിമതി കേസിൽ 7ാം പ്രതിയാക്കി. മറ്റത് കോടതിയുടെ ഉത്തരവായിരുന്നു. ആ കോടതി ഉത്തരവിന്റെ അന്വേഷണത്തെ തുടർന്ന് അയാളെ 7ാം പ്രതിയാക്കി. സ്വാഭാവികമായും പ്രതിയാകുമ്പോഴെങ്കിലും അയാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് മാറണ്ടേ? അയാൾ മാറിയില്ല. അയാൾ 6 വർഷം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അവിടെ തുടർന്നു. മനസ്സിലായി. അതിനുശേഷം 2020 സ്വർണ്ണക്കള്ളക്കടത്ത് വന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇയാളെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് അയാൾ അതിനൊന്നും മൈൻഡ് ചെയ്തില്ല. പോകില്ലെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരൻ 1.5 വർഷക്കാലം ജയിലിൽ കിടന്നു. കേരളത്തിൽ എന്നുള്ള ഇന്ത്യയിൽ പോലും ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷക്കാലം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്ന സംഭവം അയാൾ മൈൻഡ് ചെയ്തില്ല.